ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ വേദിയെ സാന്നിധ്യം കൊണ്ടടങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട തങ്ങളവരെ, പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന മഹത്തായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദ്ഹ് ഖസീദത്തുൽ ബുർദ ആലപിക്കാനിരിക്കുന്ന മഹത്തമായ ഈ വേദിയെ സമയങ്ങൾക്ക് എത്രയോ മുമ്പ്, ഒരുപാട് സമയങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നു ചേർന്ന പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, പ്രിയപ്പെട്ട അനുജ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമുക്കറിയാം, 1500 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ചുപോയ ഒരു വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് കാലങ്ങൾക്കിപ്പുറത്തേക്കും ആ വ്യക്തിയെക്കുറിച്ച്, അതല്ലെങ്കിൽ ആ പ്രകാശത്തിൻ്റെ ഒളിയെക്കുറിച്ച്, വെട്ടത്തെക്കുറിച്ച്, നൂറിനെക്കുറിച്ച് കാലാന്തരങ്ങൾക്കിപ്പുറവും 1500 സംവത്സരങ്ങൾക്ക് ശേഷവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരചിതമായ മദ്ഹുകളെ നമ്മളൊന്നിങ്ങനെ പരിശോധിക്കുമ്പോൾ മഹാനായ ഇമാം ബൂസ്തൈരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഖസീദത്തുൽ ബുർദയുണ്ട്. ബുർദ എന്ന് പറയുന്നതിൻ്റെ അറബി ബുർദ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനർത്ഥം വിരിപ്പ് എന്നാണ്, പുതപ്പ് എന്നാണ്. എന്നാൽ ബുർദ എന്ന പേര് അതിന് ലഭിച്ചത് പല അഭിപ്രായങ്ങളുമുണ്ട്. അതിലൊരു അഭിപ്രായം ദാ എന്ന് പറഞ്ഞാൽ രോഗം, ആ രോഗത്തിന് ശമനമാണ് പരിശുദ്ധമായ ഖസീദത്തുൽ ബുർദയിലെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടിപ്പുകഴ്ത്തുന്ന വരികൾ.
അതിൽ മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് ഇത്രമേൽ പരിശുദ്ധമാക്കപ്പെടാനുള്ള ഒരു കാരണം വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധമായ ബുർദയിൽ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ബുർദ ഇങ്ങനെ എഴുതി വന്നു: فإن فضل رسول الله ليس له. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ട് ഇങ്ങനെ മഹാനായ ബൂസീരി ഇമാം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞപ്പോൾ മഹാനായ ബൂസീരി ഇമാം എഴുതി: ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശർ. ഫമബ്ലഗുൽ ഇൽമി, ഞാൻ അറിഞ്ഞിടത്തോളം, എൻ്റെ അറിവിൻ്റെ പരമാവധി മുത്തുനബിയെ കുറിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം, അന്നഹു ബശറുൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണനായ ഒരു വ്യക്തിയാണ് എന്ന് എനിക്കറിയാം. ഇനി അടുത്ത വരി എന്താണ് എഴുതേണ്ടത് എന്ന് സംശയത്തിലായി. ഇനി എന്താണ് ഞാൻ അടുത്ത വരി ബുർദയിൽ എഴുതുക? മഹാനായ ബൂസീരി ഇമാം സംശയത്തിലായി. അങ്ങനെ അതാലോചിച്ച് ബൂസീരി ഇമാം കിടന്നുറങ്ങിയാണ്. ആ കിടന്നുറങ്ങിയപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കടന്നു വരുന്നു. എന്നിട്ട് മഹാനായ ബൂസീരി ഇമാമിനോട് പറയുന്നു: ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശർ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം വഅന്നഹു ഖൈറു ഖൽഖില്ലാഹ്. അല്ലാഹു ഭൂമി ലോകത്ത് സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ സൃഷ്ടി, ഏറ്റവും ഉദാത്തനായ സൃഷ്ടിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വരി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൂസീരി ഇമാമിന് പറഞ്ഞു കൊടുത്ത വരിയാണ് എന്ന് ബൂസീരി ഇമാം പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി ഒരു വാക്ക് പറഞ്ഞതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പരിശുദ്ധമായ ബുർദ മഹാനായ ബൂസീരി ഇമാം എഴുതി വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മളോടൊക്കെ ഒരു ചോദ്യം ബൂസീരി ഇമാം ചോദിക്കുന്നുണ്ട്: വകൈഫ യുദ്റകു ഫി ദുനിയാ ഹഖീഖതുഹു ഖൗമുൻ നിയാമുൻ തസല്ലൗ അൻഹു ബിൽ ഹുലുമി. വകൈഫ തുദ്റകു ഫി ദുനിയാ, ദുനിയാവിൽ എങ്ങനെയാണ് നിങ്ങൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശരീരത്തെ എങ്ങനെയാണ് നിങ്ങൾ എത്തിക്കുന്നത്? ഖൗമുൻ നിയാമുൻ തസല്ലൗ അൻഹു ബിൽ ഹുലുമി. നമ്മളൊക്കെ ഉറങ്ങാണ്, എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കാണ് ഉറക്കത്തിലെങ്കിലും മുത്തുനബിയെ കാണട്ടെ എന്ന്. യഖീനായി മുത്തുനബിയെ കാണണമെന്ന് ആഗ്രഹിക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് ഉറക്കത്തിൽ മുത്തുനബിയെ കാണാൻ കൊതിക്കുന്നത് എന്ന് മഹാനായ ബൂസീരി ഇമാം പറഞ്ഞു വെക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും മുത്തുനബിയെ പലരും കാണാത്തവരാണ്. കണ്ടവർ പലരും നമ്മളിലുണ്ട്, കാണാത്തവരാണ്. ആ പൂമുഖം ദർശിക്കാത്തവരാണ്. പരിശുദ്ധമായ മക്കയിലും മദീനയിലും സിയാറത്തിന് പോയവർ പലരുമുണ്ട്, എന്നാൽ അധികവും പോകാത്തവരാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഖൽബ് കൊണ്ട് ഇന്ന് നമ്മൾ മദീനയിലേക്ക് ഒരു യാത്ര നടത്തുകയാണ്. പരിശുദ്ധമായ ബുർദയിലൂടെ, അത് കഴിഞ്ഞ് മദ്ഹിലൂടെ, ഖവാലികളിലൂടെ നമ്മൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് ഖൽബ് കൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബുർദ അത് നമ്മുടെ ഹൃദയത്തിന് വലിയ ശാന്തതയാണ്, അതൊരു ഇബാദത്ത് കൂടിയാണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും, സ്ത്രീകളാണെങ്കിലും അല്ലാത്തവരും പുരുഷന്മാരൊക്കെ തല മറച്ചിരിക്കുകയാണെങ്കിൽ, വല്ല മുടികളും പുറത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ മറച്ച് സുന്ദരമായി ഈ സദസ്സിലിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബുർദ നമുക്ക് ആരംഭിക്കാം.